കോർഡിനേറ്ററും അതിനോടൊപ്പം തന്നെ നമ്മുടെ 2ാം വാർഡിൻ്റെ മെമ്പറുമായ സുദേവൻ അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യാൻ സ്വാഗതം ചെയ്യുന്നു. വെള്ള പദ്ധതിക്കും വാട്ടർ ടാങ്ക് വയ്ക്കുകയും അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഗവൺമെൻറ് UP സ്കൂളാണ്. അവിടേക്ക് അടിസ്ഥാന സൗകര്യമായ ബാത്റൂമുകൾ നമുക്ക് ആദ്യം ചെയ്യാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം നമുക്ക് അവിടേക്ക് ഒരു അസംബ്ലി ഹാള് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. അതുമാതിരി അടുക്കളയുടെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാതിരി നമുക്ക് ഒരു സബ് സെൻറ്റർ നമ്മുടെ വാർഡിലാണ്. അത് 10 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അഭിപ്രായങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിൽ ഒരു രാഷ്ട്രീയമോ ഒന്നും കലർത്താതെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ മറ്റ് വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അപേക്ഷകൾ വെച്ച മുഴുവൻ അർഹതപ്പെട്ട ആളുകൾക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ നമുക്ക് റിപ്പയറിന് വീടുകൾ വയ്ക്കാൻ ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എസ്റ്റിമേറ്റും എടുത്തു കഴിഞ്ഞു. ഈ ഭരണസമിതി ഇറങ്ങുന്നതിന് മുമ്പ് അത് ചെയ്തിരിക്കും. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ഈ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിൻ്റെ ജല അതോറിറ്റിയാണ്, വാട്ടർ അതോറിറ്റിയാണ്. ആ വാട്ടർ അതോറിറ്റി അവിടെ ഒരു പകരം ഇപ്പോൾ മോട്ടർ എടുക്കുന്ന സന്ദർഭത്തിൽ അത് താഴോട്ട് പോയി എന്നും അത് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രയാസമാണെന്നും പുതിയ മോട്ടോർ വെക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളും ചെയ്തു കൊടുത്തിട്ടുണ്ട് സഹായം. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വാട്ടർ അതോറിറ്റിയുടെ കയ്യിൽ ഇപ്പോൾ ഒരു പകരം മോട്ടർ ഇല്ല എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ എപ്പോഴും ബൈസ്റ്റാൻഡറായിട്ടോ ഒരു ഒന്നിന് പകരം മറ്റൊന്നോ എന്നുള്ള നിലയ്ക്ക് വേണ്ടതാണ്. പക്ഷെ അതുപോലും ചെയ്യാനായിട്ട് നമുക്ക് ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളതിനും എന്ത് ചെയ്തു, വാട്ടർ അതോറിറ്റി അധികൃതരുമായിട്ട് സംസാരിച്ച് ചില ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാൾവ് ക്രമീകരിച്ചുകൊണ്ട് വെള്ളം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ, വീടിൻ്റെ കാര്യത്തിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ചുമതലയേറ്റ സന്ദർഭങ്ങളിൽ വീടിൻ്റെ ഒരു പ്രയാസം നിറഞ്ഞ മുഖങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത്. അതിനൊക്കെ റോഡിൻ്റെ കാര്യത്തിലും നമ്മൾ ഒരു പരിധി വരെ, ഒരു പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ റോഡുകൾ സ്ഥിരമായിട്ട് നന്നാക്കിയെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4ാം വാർഡിൽ കുത്താമ്പള്ളി മായനൂർ പാലം ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭമാകുമ്പോഴേക്കും അവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവിടെ ആ സ്ഥലമൊക്കെ കയ്യേറ്റം ഒഴിപ്പിച്ചു. ഒരു പരാതിയില്ലാത്ത രീതിയിലാണ് ആളുകൾ നമ്മളോട് സഹകരിക്കുന്നത്. അവിടെ കയ്യേറ്റം ഒഴിപ്പിച്ച് നമ്മളിപ്പോൾ വെയിറ്റിംഗ് ഷെഡും മറ്റും നന്നാക്കി ടേക്ക് എ ബ്രേക്ക് പരിപാടി നടക്കുകയാണ്. അവിടെ വരുന്ന കുത്താമ്പള്ളിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മായനൂർ കാവിലേക്ക് പോകാൻ പാകത്തിൽ ഇപ്പോൾ ഒരു പുതിയ റോഡ് തന്നെ നമ്മൾ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ദിവസം നടക്കും. അവിടെ റോഡ് തന്നെ പണിതു. അപ്പം നമ്മൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി, ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്, സുദേവൻ ഇവിടെ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്തതുപോലെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മായനൂർ കുത്താമ്പള്ളിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ആ പാലം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ഭരണസമിതി അവരുടെ കാലാവധി അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഭരണസമിതിയാണ് നമുക്ക് തുടർന്നും പോകേണ്ടത്. കാരണം ഈ രാജ്യത്ത്, ഈ പ്രദേശത്ത് അത്തരം വികസന പ്രവർത്തനങ്ങൾ നടന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനും നമ്മുടെ ആളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടാനും അതുപോലെ തന്നെ ജീവിത നിലവാരം മെച്ചപ്പെടാനും ഒക്കെ സാധിക്കും. അങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി അവരുടെ വാർഡ് മെമ്പറായിട്ട് നമ്മുടെ വാർഡിലേക്ക് വേണ്ടിയിട്ട് ഇതുവരെ ചെയ്യാത്ത ഒരു പുരോഗമനമാണ് ആളുണ്ടാക്കിയിരുന്നത്. അത് നല്ല വർക്കാണ്. പോരാത്തതിന് ഒരു ജനപ്രതിനിധി എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ആൾക്കുണ്ട്. അതാണ് എന്താ വെച്ചപ്പോൾ ഞങ്ങളുടെ വാർഡിൽ നടക്കാത്ത ഒരുപാട് കാലമായിട്ട് നടക്കാത്ത കാര്യങ്ങളാണ് ആൾ മെമ്പറായതിനു ശേഷം ചെയ്തത്. അതിൽ ആളായിട്ട് നമുക്ക് നല്ല ഒരു ഇതുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇനിയും ആളെന്നെ നിന്ന് മത്സരിക്കുകയാണെന്ന് വെച്ചാൽ ആളിനെ ജയിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ എല്ലാവരും താല്പര്യം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പഞ്ചായത്തിൻ്റെ നമുക്ക് റോഡ് പാസ്സായിട്ടുണ്ട്.